ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ രാവിലെ തൊട്ടുള്ള കുറച്ച് നമ്മുടെ ഉച്ചവരെയുള്ള കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റു, എൻ്റെ എല്ലാം കഴിഞ്ഞു വന്ന് ഞാനിതാ ഒരു ഗ്ലാസ് ചായയും രാവിലെ നേന്ത്രപ്പഴം ഒരു കോഴിമുട്ട പുഴുങ്ങിയോ കേട്ടോ കഴിക്കണത്. ഞാൻ രാവിലെ എല്ലാ ദിവസമൊന്നും കഴിക്കാറില്ല, പറ്റുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ജസ്റ്റ് കഴിക്കും, ചെറുതായിട്ട് കഴിക്കും. പിന്നെ ഇങ്ങനെ കഴിച്ച ദിവസം ഞാൻ ഇങ്ങനെ കടികളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഇത് തന്നെയാണ് രാവിലത്തെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞു ഞാനിതാ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, ഇന്നത്തെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വിചാരിച്ചു, അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം ചോറ് റെഡിയായി, അതെല്ലാം ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ചോറ് എന്താ പറയുക, വെന്ത് കഴിഞ്ഞ് ഊറ്റിയെടുക്കാറ്. പലവരും പല രീതിയിലായിരിക്കും ചോറിങ്ങനെ വാർത്തെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതും ഒരു എളുപ്പമാണ്, പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസ്ക്കാണ്, എങ്ങാനും കയ്യിൽ നിന്ന് തട്ടി വീഴിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ കൂടുതൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, വെള്ളം പോട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ജസ്റ്റ് ഇതിലേക്ക് തന്നെ, ഇത് ഹോട്ടുള്ള പാത്രം ആയതുകൊണ്ട് വെള്ളം പോകില്ല പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യുക. പിന്നെ നമ്മുടെ ഉമ്മ എന്താ രാവിലെ തന്നെ കടയിൽ പോയിരുന്നു, തിരൂർ മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം കഴിഞ്ഞിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം, പിന്നെ മീൻ വാങ്ങിച്ചിട്ട് വേണം, അങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വേണമായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഒരു മാസത്തേക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, തക്കാളി ഇങ്ങനെയുള്ള പച്ചക്കറി അല്ല കേട്ടോ പറഞ്ഞത്, മറ്റുള്ള പലചരക്ക് സാധനങ്ങൾ. അപ്പോൾ ഇപ്പോൾ കാണിച്ചെന്ന മാങ്ങ എനിക്ക് നല്ല ഇഷ്ടമുള്ള കേട്ടോ. ഉപ്പ് മുളക് പൊടി ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വാങ്ങിച്ചാൽ കേട്ടോ. അതുപോലെ തന്നെ ആ പേരയ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പേരയ്ക്കും വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ പച്ചക്കറികളും മറ്റ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഉള്ളി, പിന്നെ നമുക്ക് നോമ്പൊക്കെയാണല്ലോ വരുന്നത്, അതിലേക്കുള്ള ഇതും കൂടെ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ള മുളക് കാര്യങ്ങൾ, മല്ലി ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ വാങ്ങിച്ചിട്ടുള്ള സോപ്പ് കാര്യങ്ങൾ, ഇതും ഒരു മാസത്തേക്കുള്ളത് ഉമ്മ ഒരുമിച്ചിട്ടാണ് കേട്ടോ എടുക്കാറില്ല. കാരണം നമുക്ക് എപ്പോഴെപ്പോഴും വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ലാഭം ഒരുമിച്ച് വാങ്ങിക്കണം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോകണമല്ലോ. നമുക്ക് എപ്പോഴും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ച് തരലൊന്നും ശരിയാവില്ല, കഴിയുന്ന വാങ്ങിച്ച് ശരിയാവില്ല വിചാരിച്ചിട്ട് ഒരുമിച്ച് തന്നെ വാങ്ങിക്കാറുള്ളത്. പിന്നെ അവിൽ, അതുപോലെ തന്നെ ചക്കര, ജീരകം, അങ്ങനെ കുറേ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, കടുക്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതും നമുക്ക് അത്യാവശ്യമുള്ളതാണല്ലോ. ഇതും നമ്മളൊരു മാസത്തേക്ക് എന്നുള്ള രീതിയിലാട്ടോ ഇങ്ങനെ കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ വാങ്ങിക്കുന്നത്. റവ കാര്യങ്ങൾ ഇതെല്ലാം ഒരു മാസത്തേക്കുള്ള രീതിയിലാണ് ഉമ്മ വാങ്ങിക്കാറുള്ളത്. കാരണം നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെയാണ് വാങ്ങിച്ച് വെക്കാറുള്ളത്. പിന്നെ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട് പച്ചക്കറി കാര്യങ്ങൾ, നല്ല ബീറ്റ്റൂട്ടൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബീറ്റ്റൂട്ടൊന്നും കേട് വരില്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ എടുത്ത് വെച്ചാൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും ബീറ്റ്റൂട്ട്. അതുപോലെ തന്നെ നമ്മൾ മീനായിട്ടുള്ള മത്തിയും അയിലയാണ് കേട്ടോ. ഉമ്മ മീനായിട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരം വൈകിയിരുന്നു കേട്ടോ. 11:30-12 മണി ആ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പം നോക്കി മത്തി മുറിച്ചില്ല, അയിലയാണ് കേട്ടോ എടുത്തത്. പിന്നെ മത്തി മുറിക്കാരനെ ഭയങ്കര ഒരു അറപ്പും ഭയങ്കര സ്മെല്ലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എളുപ്പം നോക്കിയിട്ട് അയിലൊക്കെ എടുത്ത് മുറിച്ച് കറി വെക്കാനും പൊരിക്കാനും എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടും ഒക്കെ രണ്ടാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഉമ്മ അപ്പോഴേക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്ക് കറിക്കുള്ളത് ഞാൻ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി ഞാൻ മുളകിടാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഉച്ച സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ തിരക്ക് നേരം വൈകിട്ടുണ്ടെങ്കിൽ ഒരു ഇടി പിടിച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അതിനിടയിൽ ഞാനിതാ മീനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒരു 4-5 പീസേ ഉള്ളൂ കേട്ടോ, അത് മതി നമുക്ക്. കാരണം അതുതന്നെ ബാക്കിയായിരിക്കും ചിലപ്പോൾ. പിന്നെ ബാക്കി ഞാനിതാ തല ഫുള്ള് കറി വെക്കാമെന്ന് വിചാരിച്ചു. തലയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ തല കറി വെച്ചത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇതാ വെന്ത് വന്നിട്ട് ഞാനിതാ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്തു, കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചു. അതിന് ശേഷം നമ്മുടെ കറി ഏകദേശം വെന്തു കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, അയിലക്കറി നല്ല ഇഷ്ടം, മുളകിട്ടത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അയിലത്തലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. മുളകിട്ട കറിയും അത് അയിലത്തലയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടുക.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഓക്കെ. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഉപ്പേരി റെഡിയായി. ഞാൻ പിന്നെ മീൻ പൊരിക്കാനുള്ള ആ ഒരു ഇതിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ മീൻ പൊരിക്കുന്നുണ്ട്. പല കാര്യം കൂടെ ആകുമ്പോൾ നമുക്ക് ഇതായി പോകുമല്ലോ. അപ്പോൾ മീൻ ജസ്റ്റ് ഒന്നിങ്ങനെ കരിഞ്ഞ് വരുന്നേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കേട്ടോ. ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുത്താലും കിട്ടില്ല, ചെയ്താലും എന്ത് ചെയ്താലും ഇങ്ങോട്ട് റെഡിയായി കിട്ടില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാം കൂടെ തിരക്കിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം പൊരിച്ചു. ഏകദേശം ഞാൻ പറഞ്ഞു ഒരു 5-6 കഷ്ണേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതൊക്കെ തന്നെ മതി കേട്ടോ. അതന്നെ ഒരുപാട് ധാരാളമാണ്, ഇതന്നെ ബാക്കിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ മതി. അപ്പം എൻ്റെ ജോലി ഏകദേശം എല്ലാം ഇന്നത്തേത് ഓക്കെ ആയി, സെറ്റായി. കറിയായി, ഉപ്പേരിയായി, മീൻ പൊരിച്ചു. അപ്പോൾ എല്ലാമായി. പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാട്ടോ. ഫുഡൊക്കെ വിളമ്പി ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു, അതും എടുത്ത് ഉപ്പേരി എടുത്തു. നല്ല മീൻ അയില തലയും എടുത്ത് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റാ ബൈ.